നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണല്ലോ. ഓരോ മത്സരങ്ങളിലെയും ഓരോ ടീമിൻ്റെയും വിജയ സാധ്യതകൾ എത്രത്തോളം പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. സ്കോർ 90 പബ്ലിഷ് ചെയ്തിട്ടുള്ള കണക്കുകളാണ് നമ്മൾ നോക്കുന്നത്. ഏതായാലും ഇതിൽ ആദ്യ മത്സരം പരാഗ്വേ വേഴ്സസ് ഫ്രാൻസ് പോരാട്ടം നോക്കുമ്പോൾ അതിൽ 8% പരാഗ്വേയുടെ വിജയത്തിനുള്ളൊരു പ്രോബിലിറ്റി കണക്കാക്കുന്ന വിജയസാധ്യത. 92% ഫ്രാൻസ് വിജയിക്കാനാണ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. അതേസമയം കാനഡ വേഴ്സസ് മൊറോക്കോ മത്സരം, കാനഡയ്ക്ക് 28% വിന്നിംഗ് പ്രോബിലിറ്റി കണക്കാക്കിയിരിക്കുന്നതെങ്കിൽ കാനഡയുടെ വിജയ സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 72%. ഇനി പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ പോരാട്ടം, അത് എല്ലാവരും ആകാംക്ഷയോട് കൂടി ഉറ്റുനോക്കുന്നൊരു പോരാട്ടമാണ്. ആ കളിയിൽ 35% പോർച്ചുഗലിൻ്റെ വിജയ സാധ്യത കണക്കാക്കിയിരിക്കുന്നതെങ്കിൽ സ്പെയിന് വിജയിക്കാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 65%. അവിടെ ഫേവറേറ്റ്സ് ആയിട്ട് കണക്കാക്കുന്നത് സ്പെയിനെയാണ് എന്നർത്ഥം. USA വേഴ്സസ് ബെൽജിയം ഒരു കട്ടക്കുള്ള മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്ന കളിയാണത്. അതിൽ 51% USAക്ക് വിജയ സാധ്യത കണക്കാക്കുമ്പോൾ 49% ബെൽജിയത്തിൻ്റെ വിന്നിംഗ് പ്രോബിലിറ്റി. ഒരു നേരിയ എഡ്ജ് മാത്രം USAക്ക് കൊടുത്തിരിക്കുന്നു. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കളി ബ്രസീൽ വേഴ്സസ് നോർവേ പോരാട്ടമാണ്. അതിൽ ക്ലിയർ ഫേവറേറ്റ്സ് ബ്രസീലാണ്. 66% ബ്രസീലിൻ്റെ വിന്നിംഗ് പ്രോബിലിറ്റി എങ്കിൽ 34% നോർവേയുടെ വിന്നിംഗ് പ്രോബിലിറ്റി കണക്കാക്കിയിരിക്കുന്നത്. അടുത്തത് മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട് കളിയാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ആ കളിക്ക് വേണ്ടി കാത്തിരിപ്പാണ്. ആ കളി ഒരു സൂപ്പർ മത്സരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 47% മെക്സിക്കോയുടെ വിന്നിംഗ് പ്രോബിലിറ്റി കണക്കാക്കുമ്പോൾ 53% ഇംഗ്ലണ്ടിൻ്റെ വിന്നിംഗ് പ്രോബിലിറ്റി കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ട് എങ്ങനെ കളിക്കും എന്നുള്ളത് കണ്ടറിയണം. നേരൊരു എഡ്ജ് ഈ ഒരു കണക്കിൽ ഇംഗ്ലണ്ടിന് കൊടുത്തിരിക്കുന്നു. അർജൻറ്റീന വേഴ്സസ് ഈജിപ്റ്റ് മത്സരം, ഇതിൽ ഹോട്ട് ഫേവറേറ്റ്സ് ആയിട്ട് അർജൻറ്റീനയെ കണക്കാക്കുന്നു. 83% അവരുടെ വിജയ സാധ്യത കണക്കാക്കിയിരിക്കുന്നെങ്കിൽ 17% മാത്രമാണ് ഈജിപ്തിൻ്റെ വിജയ സാധ്യത. അടുത്തൊരു കളി സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കൊളംബിയ പോരാട്ടമാണ്. നല്ല പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട്. കൊളംബിയക്കാണ് കൂടുതൽ സാധ്യത കണക്കാക്കുന്ന 59% വിന്നിംഗ് പ്രോബിലിറ്റി. അതേസമയം 41% മാത്രമാണ് സ്വിറ്റ്സർലൻഡിൻ്റെ വിജയ സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ സാധ്യതകളൊക്കെ ഇപ്പോഴുള്ള ബെറ്റിങ്ങോടും മറ്റുമൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു കണക്കാക്കലാണ്. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. മത്സരങ്ങളിതാ തുടങ്ങാനായിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.